മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേഖയോട് അനന്ത് പറയുന്നുണ്ട്, നീ ഇപ്പൊ ചെയ്ത പരിപാടി വളരെ മോശമായി പോയി. ആ മഞ്ജു അവിടെ പോയിട്ട് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിക്കും അത് സമാധാനക്കേടാവില്ലേ? എന്നായാലും ആ കുഞ്ഞ് അങ്ങോട്ട് പോവേണ്ടതല്ലേ? അവരുടെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് നൂലുകെട്ട് കഴിഞ്ഞിട്ടും നീലമോളെ ഇവിടെ നിർത്തിയത്. ഓണം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാന്നും പറഞ്ഞത്. നീ ചെയ്തത് മോശമായി പോയില്ലേ ലേഖ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയാം, മഞ്ജു അവിടെ ചെന്ന് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ സമാധാനമില്ലാതെ കണ്ണനും മഹാലക്ഷ്മിയും ഇങ്ങോട്ട് തന്നെ കുഞ്ഞുമായിട്ട് തിരിച്ചു വരും. അത് നേരത്തെ ആയ അത്രയും നല്ലത്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ചെയ്തത്. ദേ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അനന്തുവേട്ടന് വിഷമം തോന്നുന്നില്ലേ നീലമോൾ ഇവിടെ നിന്നും പോയതില്? സത്യം പറഞ്ഞാൽ ഓരോ നിമിഷവും ഓരോ മാസങ്ങളായിട്ട് കടന്നു പോകുന്നത്. കുഞ്ഞ് തിരിച്ചു വരുന്നത് വരെ എനിക്ക് ഉറക്കം പോലും ഉണ്ടാവില്ല. ഇന്ന് രാത്രി കിടന്നാൽ കണ്ണടയ്ക്കാൻ പോലും സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, ലേഖേ, ഇത്രയ്ക്ക് നീ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്തോടെ? നീലമോള് നമ്മളുടെ ചോരയല്ല, അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഒരു കുഞ്ഞിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചോരയാവണോ? പിന്നെ കുഞ്ഞിനെ ദത്തെടുക്കാൻ അതെനിക്കിനി ചിന്തിക്കാൻ പോലും കഴിയില്ല. നീലമോള് എന്റെ സ്വന്തം മോളെ പോലെ തന്നെയാ. കണ്ണേട്ടനും മഹിയും അത് മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളോട് എന്തെങ്കിലും കാരുണ്യം കാണിക്കാതിരിക്കില്ല എന്നൊക്കെ ലേഖ പറയുമ്പോൾ, അനന്തുവിനാണെങ്കിൽ അവളുടെ മനസ്സിലെ ആഴത്തിലുള്ള വേദനയെക്കുറിച്ച് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ലേഖയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നു. കൂടുതൽ അവൻ ഭയപ്പെടുന്നുമുണ്ട്. ശേഷം മഞ്ജു ആണെങ്കിൽ കമലേശ്വരത്തിലേക്ക് എത്തുന്ന സമയത്ത് കാണുന്ന കാഴ്ച, ദുർഗ കുഞ്ഞിനെ താരാട്ട് പാട്ടി ഉറക്കുന്നൊക്കെയാണ്. ഈ സമയം ഒരു ഉണ്ണി വാവാവോ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ വേഗം തന്നെ ഇങ്ങ് തന്നെ എന്റെ കുഞ്ഞിനെ താ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വാങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ അവിടേക്ക് കണ്ണനും മഹാലക്ഷ്മിയും എത്തുന്നുണ്ട്. അവർ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. ഏട്ടൻ എങ്ങോട്ടാ പോയത്? ഏട്ടത്തിക്ക് ആ ലേഖേച്ചിയുടെ അത്ര ബുദ്ധി പോലും ഇല്ലല്ലോ. ശരിക്കും ബുദ്ധിയില്ലാതെ അഭിനയിക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താടി എന്തു പറ്റി? കുഞ്ഞിനെ ഇവരുടെ കൈ കൊടുത്തിട്ടാണോ രണ്ടാളും മുകളിലേക്ക് പോയിരിക്കുന്നത്? അതിന് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയതാ. നന്നായി. ഈ ഉണ്ണിവാവോ താരാട്ടൊക്കെ എത്ര പെട്ടെന്ന കഴുത്തിലേക്ക് മാറുക എന്നറിയില്ല. മഞ്ജു ഇങ്ങനെയൊന്നും പറയില്ലേ എന്ന് ദുർഗ പറയുമ്പോ, മിണ്ടിപ്പോവേ, നിങ്ങളൊക്കെ എങ്ങനെ എപ്പോ പ്രവർത്തിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ മഞ്ജുവിനോട് മഹി ചോദിക്കുന്നുണ്ട്, അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്ന കാര്യം നീ എങ്ങനെ അറിഞ്ഞു? ലേഖേച്ചി എന്നെ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു. ഈ സമയം കണ്ണനും മഹാലക്ഷ്മിയും പരസ്പരം നോക്കി ചിരിക്കുന്നു. ലേഖയുടെ പണിയെടുത്തെന്ന് മനസ്സിലാവുന്നുണ്ട്. ശേഷം ദുർഗ പറയാണ്, ഇവളീ പറയുന്നതിലൊന്നും എനിക്ക് വിഷമമില്ല. കാരണം മഹി അന്ന് ആ സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോഴും ഞാനൊന്ന് താങ്ങിയെടുക്കാൻ പോലും വന്നിരുന്നില്ല. മറിച്ച് സന്തോഷിക്കുകയായിരുന്നു. ഈ കുഞ്ഞോമന വരരുത് എന്ന് പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള ശിക്ഷ തന്നെയാണ് എനിക്ക് കിട്ടിയതെന്നൊക്കെ ദുർഗ പറയുന്നു. പക്ഷേ ആ കോടതി മുറിയിൽ വെച്ച് ഞാൻ അറിഞ്ഞ സത്യങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ പറ്റേ മാറി മഞ്ജു എന്നൊക്കെ പറയുമ്പോൾ, ആര് ആര് വിശ്വസിക്കും നിങ്ങൾ മാറിയ കാര്യം? കണ്ണൻ പറയാണ്, ദേ, നീ മാറിയത് ഞങ്ങൾ വിശ്വസിച്ചില്ലേ, അപ്പൊ പിന്നെ അമ്മ മാറിയത് നമ്മളെല്ലാവരും അംഗീകരിച്ച് മതിയാകും. കണ്ണേട്ടാ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പറയാൻ എന്നെ അനുവദിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം പറയാം, ഇവിടെ നിന്നും ശത്രുക്കളെയൊക്കെ പുറത്താക്കിയതിന് ശേഷം മാത്രം മതി നീലമോളെ കൊണ്ടുള്ള ഇങ്ങോട്ടുള്ള വരവ്. ഓണം കഴിഞ്ഞാലും ഇവിടെ നിന്നും പുറത്തു പോവേണ്ടവർ പുറത്തു പോണം. മഞ്ജു, നീ എന്തീ പറയുന്നത്? അമ്മയെ എന്തായാലും പുറത്താക്കാൻ ഞാൻ പറയില്ല. പക്ഷെ ആ ഉണ്ണിയും അവന്റെ ഭാര്യയും തിരിച്ചു വരികയാണെങ്കിൽ അവരെ ഇവിടെ നിന്നും ആട്ടിത്തളിച്ചിട്ട് മാത്രമേ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. അല്ലെങ്കിലേ പണിയാകും. കണ്ണേട്ടനും ഏട്ടത്തിയും ഫിനാൻസിലേക്ക് പോയതിനു ശേഷം കുഞ്ഞിനെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതെങ്കിൽ അത് ആപത്തെ വിളിച്ചു വരുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ കുഞ്ഞിനെയും കൂട്ടിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയം ദുർഗയാണെങ്കിൽ ആകെ വിഷമിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കണ്ട, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ അതിനെ കളയാനായിട്ട് ശ്രമിച്ചതല്ലേ. അപ്പൊ അതിന്റെ ദേഷ്യവും വാശിയും മാത്രമല്ല മഹിയോട് അമ്മ കാണിച്ചതിന്റെ ക്രൂരതകളൊക്കെ അവളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ടൊക്കെയാണെന്ന് പറയുമ്പോൾ, അറിയാം മോനെ, അമ്മയ്ക്ക് ഒരു വിഷമമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ വളരെ വിഷമത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ മഹി പറയുന്നുണ്ട് കണ്ണനോട്, ഇതൊക്കെ ആ ലേഖയുടെ പരിപാടിയാ. നമ്മൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അവൾ ഒപ്പിച്ച പണി തന്നെയാണെന്ന് കണ്ണനും പറയുന്നു. അങ്ങനെ ജാനമ്മയാണെങ്കിൽ ഒരു വഴിയുമില്ലാതെ പ്രതാപന്റെ മുന്നിൽ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ദേ, നിങ്ങളെ പറഞ്ഞ ജോലി കൃത്യമായിട്ട് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് തന്നെയാ മോൻ ഈ അവസ്ഥ വന്നത്. അല്ല സാറേ, അങ്ങനെയല്ല. ആ കുഞ്ഞ് ദൈവിക ശക്തിയുള്ള കൂട്ടത്തിലാ. അതിനെ വിഷം കൊടുക്കാൻ നോക്കിയപ്പോ എന്റെ മോനെ വിഷം തേടിയതാണെന്നൊക്കെ പറയുമ്പോ, ഒരിക്കലും അല്ല. ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാതെ വന്നപ്പോൾ ദൈവം കൊടുത്ത കടുത്ത തിരിച്ചടി തന്നെയാണെന്നൊക്കെ പറയുകയാണ്. സാറേ, എന്റെ മോൻ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. 1,00,000 രൂപ മാത്രമേ ഞാൻ കെട്ടിവെച്ചിട്ടുള്ളൂ. സാർ തന്ന പൈസ തന്നെയാണത്. പക്ഷെ ഇനിയും പൈസ വേണം. അതുകൊണ്ട് സാർ എന്തെങ്കിലും സഹായിക്കണം, അല്ലാതെ വേറെ വഴിയില്ലെന്നൊക്കെ പറയുമ്പോൾ, ഓ, വെറുതെ പൈസ അങ്ങനൊന്നും സഹായിക്കാനാണ് പറയുന്നത്? ദേ, അതൊരിക്കലും നടക്കില്ല. ചെയ്യാൻ പറഞ്ഞ കാര്യം കൃത്യമായി ചെയ്തുമില്ല. പിന്നെ എന്റെ കയ്യിൽ നിന്നും പൈസ വേണോ? ഇതൊക്കെ കേട്ട് ജാനമ്മയാണെങ്കിൽ കരയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, എന്തായാലും നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ മോന്റെ ജീവനാണ് നിങ്ങൾക്ക് ഇപ്പൊ വലുതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവനെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നങ്ങനെ പറയണം.
സാറേ, ആ കുഞ്ഞിനെ വീണ്ടും കൊല്ലാനാണെങ്കിൽ എന്നോടത് പറയരുത്. ദേ, നിങ്ങളുടെ മോന്റെ ജീവനല്ലേ നിങ്ങൾക്ക് വലുത്. അപ്പൊ പിന്നെ ഒരു ജീവൻ എടുക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ജാനമ്മയാണെങ്കിൽ ഒരു വഴിയും പരഗതിയും ഇല്ലാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് മഹി വരുന്നുണ്ട്. ഈ സമയം കണ്ണൻ മഹിയോട് പറയുകയാണ്, തനിക്കറിയാമോ, ഈ ലോകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ സന്തോഷവാൻ ആരെന്ന് ചോദിച്ചാൽ അത് ഞാൻ തന്നെയാണ്. എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഒരിക്കലും സന്തോഷം അനുഭവിച്ചിട്ടില്ല. താൻ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ നടക്കാൻ തുടങ്ങിയത്. ഈ ഒരു നിമിഷം താൻ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം സങ്കല്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല കണ്ണേട്ടാ. കണ്ണേട്ടൻ എങ്ങനെയെങ്കിലും നടന്നു കാണണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ ദൈവം നമുക്ക് തന്നു. അതെ, അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ഓണം അത് ഗംഭീരമായി തന്നെ ആഘോഷിക്കണം. ഞാൻ നടന്നു തുടങ്ങിയത്, അതുപോലെ അച്ഛനായത്, എന്റെ ജീവിതത്തിൽ എല്ലാം പൂർണ്ണമായിട്ടുള്ള ഓണമാണ് ഇപ്രാവശ്യത്തെ. അതുകൊണ്ട് തന്നെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അടിച്ചു പൊളിക്കണമെന്നൊക്കെ മഹിയോട് കണ്ണൻ പറയുന്നു. അങ്ങനെ രണ്ടാളും സന്തോഷിച്ച് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സമയത്താവട്ടെ കരുണ മഹിയും കണ്ണനും കുഞ്ഞിനെ കൂടിയിട്ട് സന്തോഷിക്കുന്ന നിമിഷങ്ങളൊക്കെ തന്നെ ഓർത്തെടുക്കുകയാണ്. എന്താ കരുണേ, നീ വല്ലാത്ത ആലോചനയിലാണല്ലോ. അത് പിന്നെ കുഞ്ഞുമായിട്ട് മഹാലക്ഷ്മിയും കണ്ണനും സന്തോഷിക്കുന്ന കാര്യങ്ങൾ ഓർത്തതാ. നിനക്ക് വേറൊന്നും ഓർക്കാനില്ലേ? ഓ, ഓർക്കാൻ മാത്രം എന്റെ ഭർത്താവും എന്റെ അച്ഛനും മുത്തശ്ശിയും എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ. പക്ഷേ ആകെയുള്ള ഒരാശ്വാസം എന്റെ മുത്തശ്ശി മാത്രമാണ്. അച്ഛൻ വേഗത തന്നെ ജയിലിലേക്ക് പോകും. അങ്ങനെയുള്ളപ്പോൾ അവരവിടെ നിന്നും ആട്ടി ഇറക്കുകയാണെങ്കിലും മുത്തശ്ശിയുടെ കുടുംബ വീട്ടിൽ പോയി ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതാപൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അകത്തേക്ക് കയറി വരുന്ന പ്രതാപനാണെങ്കിൽ, മോള് വിഷമിക്കാതെ ഇരിക്കെ, ഈ ഓണത്തിന് ആ കണ്ണനും മഹാലക്ഷ്മിയും ഉറപ്പായിട്ടും കരയും. ഇനിയിപ്പോ മോളെ ഓരോന്ന് പറഞ്ഞ് ആഗ്രഹം കൊടുത്തോ. നീ മിണ്ടി പോവരുത് മോളെ. ആ ജാനമ്മ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. അവരുടെ മോന്റെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാ വന്നത്. അവൻ വളരെ സീരിയസ് ആയി തന്നെ ICUലാണ്. കിഡ്നിയിലേക്കൊക്കെ വിഷം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാശ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അവരെ വെച്ച് ഞാനൊരു കളി കളിക്കുമെന്നൊക്കെ പറയുമ്പോൾ കളിച്ചത് തന്നെ. ഞാനൊരു കാര്യം പറയാം. ആ മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും കുഞ്ഞിന് എന്തോ ദൈവിക ശക്തി ഉണ്ടെന്ന് മാത്രമല്ല, ആ പൂജാറൂപിൽ ഇരിക്കുന്ന അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റാതെ ഒരു രക്ഷയും ഇല്ലെന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ നിനക്കത് എടുത്തു മാറ്റിക്കോടെടാ ഉണ്ണാമിണുങ്ങ എന്നൊക്കെ ചോദിക്കുകയാണ് പ്രതാപൻ ഉണ്ണിയോട്. ഈ സമയം ഉണ്ണിയാണെങ്കിൽ, കരുണെ നിന്റെ അച്ഛനോട് മിണ്ടാതിരിക്കാനായിട്ട് പറഞ്ഞോ. വെറുതെ എന്നെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കല്ലേ. നിനക്ക് എന്തായാലും പ്രശസ്തി നേടാനൊന്നും കഴിയില്ല. എന്റെ മോളെ സന്തോഷിപ്പിച്ചിട്ട് ഒന്നും നിനക്ക് സാധിക്കില്ല. പക്ഷെ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. കാരണം നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. എന്നെ കുറച്ചു നേരത്തെ എന്റെ ഫ്രണ്ട് വിളിച്ചിരുന്നേ ഉള്ളൂ. എന്താണെന്നറിയോ റോള്? അമ്മായിച്ചിനെ കൊല്ലുന്ന മരുമകൻ. അതെങ്ങനെയുണ്ട്? നിന്നെ ഞാനായിരിക്കും അവിടെ കൊല്ലാൻ പോകുന്നത്. കാരണം എങ്ങനെയായാലും ഞാൻ ജയിലിലേക്ക് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുമ്പോ നിന്നെ കൊന്നിട്ട് ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഈ സമയം കരുണ പറയുന്നുണ്ട്, രണ്ടാളെ കൊണ്ട് ഇതിന് മാത്രമേ സാധിക്കുള്ളൂ, ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക. അങ്ങനെ പ്രതാപനാണെങ്കിൽ ഉണ്ണിയെ വീണ്ടും കളിയാക്കിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. തുടർന്ന് വാമദേവനാണെങ്കിൽ മേഘനാഥന് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് തോമസ് സാറ് വരികയാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല സാറേ, ഒരു കുഴപ്പമില്ല. പതുക്കെയൊക്കെ നടക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. എങ്കിൽ പിന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് പോയിക്കോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഞാൻ തരുന്ന മരുന്നും മറ്റുമൊക്കെ തന്നെ കൃത്യമായി തന്നെ കഴിക്കുക. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നടക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു ഊഹം. ഊഹമല്ല, നടക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം ഇവിടെ വന്ന് അഡ്മിറ്റ് ആയാൽ സംസാരശേഷിയും തിരിച്ചു കിട്ടും. അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഓർമ്മയിൽ വെച്ചാൽ മതി. കണ്ണനും മഹാലക്ഷ്മിയും കുറച്ച് കരുണയുള്ള കൂട്ടത്തിലാണ്. ആരെങ്കിലും കരഞ്ഞു കാണിച്ചാൽ അവർ ഉറപ്പായിട്ടും സഹായിക്കും. ഇപ്പോൾ അവരിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ നിലച്ചിരിക്കുകയാണെന്നറിയാം. താൻ എന്തായാലും വൈകാതെ തന്നെ ജയിലിലേക്ക് തിരിച്ചു പോകും. പിന്നെ ആയുസിന്റെ പകുതി എത്തിയിട്ടേ വരത്തുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ മേഘനാഥ, താനാണ് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പെങ്ങളുടെ കല്യാണവും അമ്മയെ സംരക്ഷിക്കേണ്ടതും താനാണ്. നല്ല അന്തസ്സായി തന്നെ ജോലി ചെയ്ത് ജീവിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിക്ക് എടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ മാറിയെന്ന് കണ്ണനും മഹാലക്ഷ്മിക്കും ബോധ്യപ്പെടുകയാണെങ്കിൽ ഇല്ലാതെ പോയിട്ടുള്ള എല്ലാ സഹായവും തിരിച്ചു വരും. അതുകൊണ്ട് അച്ഛന്റെ പാത പിന്തുടരാതെ നല്ല മകനായിട്ട് ജീവിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തോമസ് സാറ് പോകുന്നുണ്ട്. അങ്ങനെ വാമദേവൻ പറയാണ്, ആള് നമ്മളെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും മോനിനി കുറച്ചൊക്കെ നന്നാവുന്നതായിരിക്കും നല്ലത്. പെട്ടെന്നൊന്നും അവരെ അപകടപ്പെടുത്താൻ നോക്കേണ്ട. കണ്ണനും മഹാലക്ഷ്മിയും ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ദൈവിക ശക്തികളുടെ കൂട്ടത്തിലാണല്ലോ. അവരെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ഈ തോമസ് സാറിന്റെ വീട്ടിൽ തന്നെയാണ് പിന്നെ ആശ്രയം. അതുകൊണ്ടേ ഞാൻ എന്തായാലും ജയിലിലേക്ക് തിരിച്ചു പോകുമ്പോൾ നീ വേണം സ്വാതിയുടെ കല്യാണമൊക്കെ നടത്താനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാമദേവനാണെങ്കിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ മേഘനാഥനാണെങ്കിൽ അതിനൊക്കെ തന്നെ തലയാട്ടുക. ശേഷം ഉണ്ണിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കരുണയും പ്രതാപനും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാമദേവനും മേഘനാഥനും ഡിസ്ചാർജ് ആയി പോകുന്ന കാഴ്ച കാണുന്നത്. എന്തായാലും മോനെ, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലെന്നിങ്ങനെ മേഘനാഥൻ തലയാട്ടുകയാണ്. എടാ പ്രതാപ,
നമ്മളെന്തായാലും വൈകാതെ തന്നെ ജയിലിലേക്ക് പോകും. അങ്ങനെയുള്ളപ്പോൾ മക്കളുടെ കാര്യം ആലോചിച്ചിട്ട് ആകെ ടെൻഷൻ. അങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്, ആ എന്തെങ്കിലുമൊക്കെ അതിന് മുന്നായിട്ട് ചെയ്യണം. പിന്നെ ഇവനാണ് ആകെയുള്ള ഒരു പ്രതീക്ഷ. അതെ, ഞാനും അത് തന്നെയാ പറയുന്നത്. മേഘനൊന്ന് ഉഷാറായിട്ട് വരികയാണെങ്കിൽ തക്കം പാർത്തിരുന്ന് ആ മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും കുടുംബത്തെ നശിപ്പിക്കണമെന്നിങ്ങനെ വാമദേവൻ പറയുന്നു. ഇതൊക്കെ കേട്ട് കരുണയ്ക്കും വലിയൊരു പ്രതീക്ഷയാണ് ഉണ്ടാവുന്നത്. കാരണം മേഘനാഥൻ തിരിച്ചു വരികയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കരുണയും വിശ്വസിക്കുന്നു. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.